വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ വാഹനമോടിച്ചത് ടെമ്പോ ട്രാവലർ ഡ്രൈവറല്ല, സ്കൂൾ ബസ് ഡ്രൈവർ. വാഹനാപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തമിഴ്നാട്, കേരളം മോട്ടോർ വാഹന വകുപ്പുകൾ തയ്യാറാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടിന്റെ വിള്ളൽ റവന്യൂ മന്ത്രി കെ രാജൻ പരിശോധിച്ചതിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചോർച്ച പരിശോധിക്കേണ്ടത് മന്ത്രിയുടെ ജോലിയല്ലെന്നും എഞ്ചിനീയർമാരാണെന്നും പരിശോധിക്കേണ്ടതെന്നും സതീശൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വേണ്ടി പിന്നണിയിൽ നിന്ന് എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാലാണെന്ന് വെള്ളാപ്പള്ളി വി.ഡി. സതീശൻ. കൂടുതൽ പ്രവർത്തിച്ചത് ടെലിവിഷനിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ വാഹനം ഓടിച്ചത് ടെമ്പോ ട്രാവലർ ഡ്രൈവറല്ല, സ്കൂൾ ബസ് ഡ്രൈവർ. മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് കണ്ടെത്തൽ. വാഹനാപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തമിഴ്നാട്, കേരളം മോട്ടോർ വാഹന വകുപ്പുകൾ തയ്യാറാക്കി. അതിനിടെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത അപകടത്തിൽപ്പെട്ട വാഹനം താഴേക്ക് പതിക്കുന്നതിനിടയിൽ പാറക്കെട്ടിൽ ഇടിച്ചു. വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണവരാണ് രക്ഷപ്പെട്ടതെന്നും കണ്ടെത്തൽ. താഴേക്ക് പതിച്ച വാഹനം പാറക്കെട്ടുകളിൽ ഇടിച്ച് തകർന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മരിച്ച സാജിദയുടെ മകൻ ഷഹദീൻ, വാൻ ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, പാങ് ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:15ഓടെയാണ് വിനോദയാത്രയ്ക്ക് പോയ 13 അംഗ സംഘം അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ട്രാവലർ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് 13-ാം വളവിൽ നിന്ന് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ജി.എൽ.പി. സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരിയും ഒരു കുട്ടിയുമാണ് മരിച്ചത്. മീഡിയ ടൈം, തൃശൂർ. വയനാട് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടിന്റെ വിള്ളൽ റവന്യൂ മന്ത്രി കെ രാജൻ പരിശോധിച്ചതിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചോർച്ച പരിശോധിക്കേണ്ടത് മന്ത്രിയുടെ ജോലിയല്ലെന്നും എഞ്ചിനീയർമാരാണെന്നും പരിശോധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാപട്യമായിരുന്നു ടൗൺഷിപ്പ് ഉദ്ഘാടനമെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് എന്തൊരു കാപട്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അവിടെ വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നിപ്പോൾ പറയുന്നത്. ഉള്ളതിന് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എന്താ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ? ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്. ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ആ ചോർച്ച പരിശോധിക്കണം. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്നു ഉദ്ഘാടനം. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്, എന്ത് നാടകമാണ്. മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വേണ്ടി പിന്നണിയിൽ നിന്ന് എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാലാണെന്ന് അദ്ദേഹം പറഞ്ഞു. വി.ഡി. സതീശൻ കൂടുതൽ പ്രവർത്തിച്ചത് ടെലിവിഷനിലാണ്. രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കാനും സാധിക്കില്ല. കോൺഗ്രസിലെ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എത്ര പേരുടെ പേരായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്? അതൊരിക്കലും ഒരു അഭികാമ്യമല്ല. അല്ലെങ്കിൽ വി.ഡി. സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ ടി വിയിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻഷ്യൽ കൺട്രോളും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാല. സംസ്ഥാനത്ത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ചൂട് വർദ്ധിച്ച സാഹചര്യത്തിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. വടക്കൻ കർണാടകത്തിൽ മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ നിലനിന്നിരുന്ന എതിർ ചക്രവാതമാണ് ഈ ദിവസങ്ങളിൽ താപനില ഇത്രയും ഉയരാൻ കാരണം.
ഇന്നത്തെ പാലക്കാട് രേഖപ്പെടുത്തിയത് 40.1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. നാളെ മുതൽ ചൂടിന് നേരിയ ആശ്വാസമുണ്ടാകും. ഈ മാസം അവസാനത്തോടെ വേനൽ മഴ ശക്തമായേക്കും. വടക്കൻ കർണാടകത്തിനും മഹാരാഷ്ട്രയ്ക്കും മുകളിൽ നിലനിന്നിരുന്ന എതിർ ചക്രവാതമാണ് ഈ ദിവസങ്ങളിൽ താപനില ഇത്രയും ഉയരാൻ കാരണം. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപനത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിനും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ദേശീയപാതയിൽ കയ്പമംഗലത്ത് 12 വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ ലോട്ടറി വിൽപ്പന തൊഴിലാളി കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ ഹുസൈനാണ് മരിച്ചത്. ദേശീയപാതയോർത്ത് കയ്പമംഗലം 12 സെന്ററിൽ ലോട്ടറി വിൽപ്പന നടത്തി വരികയാണ് ഇദ്ദേഹം. ഇന്ന് വൈകിട്ട് 3:30 അപകടം. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ പന്തലിന്റെ കാൽനട്ട് കർമ്മ വി.ഡി. സതീശൻ എം.എൽ.എയും ഇ.ടി. ടൈസൺ എം.എൽ.എയും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പൗരോഹിത്യ സ്വീകരണത്തിന്റെ 30 വർഷങ്ങൾ പിന്നിട്ട റെക്ടർ ബെന്നി വാഴക്കൂട്ടലിനെ ഇരുവരും ചേർന്ന് പൊന്നാട അണിയിച്ചു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. സനീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിത്യ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അച്ചു രഞ്ജൻ, വാർഡ് മെമ്പർ ജീന ബിജു എന്നിവർ സംസാരിച്ചു. ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത്. തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻ പ്രവാഹമുണ്ടാകുമെന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. പുത്തഞ്ചിറയുടെ ചിത്രകാരനായ പി.ആർ. സുഗതന്റെ സ്മരണാർത്ഥം പുത്തഞ്ചിറ ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടന്ന ചിത്ര പ്രദർശനം സമാപിച്ചു. ആർട്ടിസ്റ്റ് ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എൻ. രാജേഷ് അധ്യക്ഷനായിരുന്നു. സി.എൻ. പ്രദീപ് കുമാർ, ജീന രാജേഷ്, സിമി സുഗതൻ എന്നിവർ സംസാരിച്ചു. ഏകദേശം 36ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. ധാരാളം ആളുകൾ ചിത്ര പ്രദർശനം കാണുവാൻ എത്തിയിരുന്നു. സിമി സുഗതനാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ വാഹനമോടിച്ചത് ടെമ്പോ ട്രാവലർ ഡ്രൈവറല്ല, സ്കൂൾ ബസ് ഡ്രൈവർ. വാഹനാപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തമിഴ്നാട്, കേരളം മോട്ടോർ വാഹന വകുപ്പുകൾ തയ്യാറാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീടിന്റെ വിള്ളൽ റവന്യൂ മന്ത്രി കെ. രാജൻ പരിശോധിച്ചതിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചോർച്ച പരിശോധിക്കേണ്ടത് മന്ത്രിയുടെ ജോലിയല്ലെന്നും എഞ്ചിനീയർമാരാണെന്നും പരിശോധിക്കേണ്ടതെന്നും സതീശൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വേണ്ടി പിന്നണിയിൽ നിന്ന് എല്ലാം ചെയ്തത് കെ.സി. വേണുഗോപാലാണെന്ന് വെള്ളാപ്പള്ളി വി.ഡി. സതീശൻ. കൂടുതൽ പ്രവർത്തിച്ചത് ടെലിവിഷനിൽ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.